അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഒരിക്കൽ ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഒരു ഉപദേശം കൊടുക്കുകയാണ്. ലാ തസ്തഖില്ല അദുവൻ വാഹിദ, ശത്രു ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി നിസാരമായി കാണരുത്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നീ ഒരു ശത്രുവിനെ പോലും സമ്പാദിക്കരുത്. പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാം ആഗോള ചക്രവർത്തിയായി എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോടാണ് ദാവൂദ് നബി അലൈഹി സ്വലാം ആകുന്ന പിതാവ് ഉപദേശിക്കുന്നത്. ലാ തസ്തഖില്ല അദുവൻ വാഹിദ, ശത്രു ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി നീ നിസാരമായിട്ട് കാണരുത്. ഒരു ശത്രുവിനെ പോലും നീ ജീവിതത്തിൽ സമ്പാദിക്കരുത്. വലാ തസ്തക്സിർ അൽഫ സദീഖിൻ, 1000 കൂട്ടുകാരുണ്ട് എന്ന് കരുതി നീ അതിനെ ധാരാളമായിട്ട് കാണരുത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ടല്ലോ, പിന്നെ നീ ഇനി എന്നോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എനിക്ക് വേറെ ധാരാളം കൂട്ടുകാരുണ്ട് എന്ന് കരുതി ഒരു കൂട്ടുകാരനെയും നീ എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്, അകറ്റാൻ ശ്രമിക്കരുത് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ഉപദേശിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയുകയാണ്, വലാ തസ്തബ്ദിൽ ബി അഖിൻ ഖദീമിൻ അഖൻ മുസ്തഹദിസിൻ. ഒരു പുതിയ കൂട്ടുകാരൻ വരുമ്പോ പഴയ കൂട്ടുകാരനെ നീ അവഗണിക്കരുത്. കൂട്ടുകാർ എത്ര പേരും നല്ല രീതിയിലുള്ള കൂട്ടുകാരൻ നിനക്ക് ഉണ്ടായിക്കൊള്ളട്ടെ, അതെല്ലാം നിനക്ക് നന്മയാണ്. പുതിയ ഒരു കൂട്ടുകാരൻ വരുമ്പോ പഴയ കൂട്ടുകാരൻ നിനക്ക് ചെയ്തു തന്നേക്കുന്ന നന്മയെ മറക്കുകയോ അവനെ അവഗണിക്കുകയോ ചെയ്യരുത് എന്ന് മഹാനായ നബിയുല്ലാഹി ദാവൂദ് നബി അലൈഹിസ്സലാം തന്റെ പുത്രനാകുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഉപദേശിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ശത്രു ഒന്നാണെങ്കിൽ പോലും അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ജീവിതത്തിൽ ഒരൊറ്റ ശത്രുവിനെ പോലും നീ സമ്പാദിക്കരുത്. 2, 1000 സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും അതിനെ നീ ധാരാളമായിട്ട് കാണരുത്. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്ന് തോന്നൽ നിനക്ക് വരരുത്. എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തിനെ പോലും നീ പിണക്കാൻ ശ്രമിക്കരുത്. മൂന്നാമതായിട്ട് പറഞ്ഞത്, പുതിയ ഒരു സുഹൃത്ത് ജീവിതത്തിലേക്ക് വരുമ്പോൾ പഴയ സുഹൃത്തിന്റെ നന്മകൾ നീ മറക്കുകയോ പഴയ സുഹൃത്തിനെ അവഗണിക്കുകയോ ചെയ്യരുത് എന്ന് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ ഉപദേശിക്കുകയാണ്. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റ് അള്ളാഹു ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.